നമസ്കാരം. കഥായാനത്തിലേക്ക് സ്വാഗതം. കഥായാനത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ശ്രീ വിൽസൺ ജോണിൻ്റെ രാം നാം സച്ച് ഹേ എന്ന കഥയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കഥായാനത്തിൽ കഥയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കഥയോടൊപ്പം കാണിക്കുന്ന ദൃശ്യാവിഷ്കാരം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനാൽ അതിൽ പല പോരായ്മകളും കാണാം. പക്ഷേ അത്തരം പ്രശ്നങ്ങളൊക്കെ സെക്കൻഡറിയായി പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി കഥയിലേക്ക്. കാശിയുടെ പശ്ചാത്തലത്തിൽ രോഗമുക്തി തേടിയലിയുന്ന ഒരു മനുഷ്യൻ്റെ തീക്ഷ്ണമായ ജീവിതാനുഭവമാണ് ഈ കഥയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. രാം നാം സച്ച് ഹേ. കാശിയുടെ പുണ്യഭൂവിൽ ഗംഗാദത്തൻ യാനമിറങ്ങുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ഗംഗയുടെ ചിറ്റോളങ്ങളിൽ സ്വർണ്ണച്ചവി വിരിയിക്കുന്ന ദീപശ്രേണികൾ ഒന്നൊന്നായി തെളിഞ്ഞു തുടങ്ങി. തീരങ്ങളിലെ ഇടതടവില്ലാത്ത മന്ത്രോച്ചാരണങ്ങൾ നേർത്ത് നേർത്ത് ഒരു ചുണ്ടനക്കം മാത്രമായി ക്രമേണ പരിണമിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ കുളിയും തൊഴലും കഴിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അസ്ഥികളും പേറി അടുത്ത പ്രഭാതത്തിന് വേണ്ടി സത്രങ്ങളിൽ കാത്തിരുന്നു. ഗംഗാദത്തനും അടുത്ത പ്രഭാതത്തിനായി കാത്തിരിക്കുക മാത്രമേ കരണീയമായി അവശേഷിച്ചിരുന്നുള്ളൂ. ഒരു വ്യത്യാസം മാത്രം. തോളത്ത് തൂങ്ങുന്ന തൻ്റെ തുണിസഞ്ചിയിൽ പ്രിയപ്പെട്ടവരുടെ ആരുടെയും അസ്ഥികൾ അടങ്ങുന്ന മൺകുടം കോടിമുണ്ടിൽ പൊതിഞ്ഞ് അയാൾ പേറുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അപസ്മാരത്തിന്റെ ഭൂതഗണങ്ങൾ ഉറങ്ങുന്ന മൺകുടങ്ങൾ താങ്ങാനാവാത്തൊരു ഭാരമായി അയാൾ ശിരസിൽ പേറിയിരുന്നു. പൊക്കിൽ കൊടി വിട്ട കാലം മുതൽ ആഴ്ചയുടെ അഭിശപ്ത നിമിഷങ്ങളിലൊന്നിൽ ആഴക്കടലിലെ നീരാളികളെപ്പോലെ 1000 പാണികൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി നീരൂറ്റിക്കുടിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവേന അപ്രത്യക്ഷമാകുന്ന അപസ്മാരത്തിന്റെ ഭൂതഗണങ്ങൾ ഉറങ്ങുന്ന മൺകുടങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ ഭഗവതിക്കാവിൻ്റെ ആൽത്തറയിൽ ഊറിക്കൂടുന്ന തമസ്സുമായി വന്ന് പ്രഭാത കിരണങ്ങളുടെ സിന്ദൂരച്ചെപ്പുമായി നടന്നകന്ന സന്യാസിവര്യനാണ് ഉപദേശിച്ചത്. ചിതയിൽ ചുട്ട റൊട്ടി കഴിക്കുക. കാശിയിലെ ഘാട്ടുകളിൽ ഏതെങ്കിലും ഒന്നിലെ ചിതയിൽ ചുട്ട റൊട്ടി. അപസ്മാരം നിശ്ചയമായും ചിതാഗ്നിയിൽ ദഹിച്ച് ഗംഗയുടെ ആഴങ്ങളിൽ മറഞ്ഞുകൊള്ളും. യാത്രയുടെ ക്ഷീണം വിവരിക്കാനാവാത്ത ഒരുതരം ശരീരവേദനയായി അയാളിൽ അവശേഷിച്ചിരുന്നു. സഞ്ചിയിൽ നിന്ന് ഈരിഴ തോർത്തെടുത്തുകൊടുത്ത് അയാൾ ഗംഗയിലേക്കിറങ്ങി. വേനൽ ചൂട് ഇളം ചൂടായി പകർന്നെടുത്ത ഗംഗ. അയാൾ മുങ്ങി നിവർന്നു. പാണീതലങ്ങൾ കൊണ്ടുതന്നെ ഉരുമ്മിക്കുളിച്ചു. വീണ്ടും വീണ്ടും മുങ്ങി നിവർന്നു. ഈറൻ മാറാതെ തന്നെ അടുത്തുള്ള വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴുതു. ഈറൻ മാറി ക്ഷേത്രനടയുടെ അരികു ചേർന്നിരുന്നു. എണ്ണവിളക്കുകളുടെയും നെയ്ത്തിരികളുടെയും പൊൻവെളിച്ചത്തിൽ പ്രത്യക്ഷമാകുന്ന പടരുന്ന മായുന്ന ഭക്തജന സഞ്ചയങ്ങൾ. വിവിധ വേഷക്കാർ, ഭാഷക്കാർ, ദേശക്കാർ. ആ ചലനാത്മകതയിൽ അനേക നാഴിക അയാൾ ലയിച്ചിരുന്നു. ഉറക്കം കണ്ണുകളെ അലട്ടിത്തുടങ്ങിയിരിക്കുന്നു. ആളൊഴിഞ്ഞ ഒരു മണ്ഡപത്തിൻ്റെ കൽത്തറയിൽ കരിമ്പടം വിരിച്ച് തുണിസഞ്ചി തലയിണയാക്കി അയാൾ നീണ്ടു നിവർന്നു കിടന്നു. വെള്ളി മുത്തുകൾ പതിച്ച ഒരു കറുത്ത മൂടുപടം പോലെ തണുത്ത ആകാശം നിശബ്ദമായി ചക്രവാള സീമകൾക്കപ്പുറം പടർന്നു കിടക്കുന്നു. അമാവാസിയായിരിക്കണം, അയാൾ നിഗമിച്ചു. ഇടം തിരിഞ്ഞു കിടക്കുമ്പോൾ അരയിൽ ബന്ധിച്ചിരുന്ന അറവാതിൽ താക്കോൽ ദേഹത്ത് കൊണ്ട് അലോസരമുണ്ടാക്കി. അയാൾ നിവർന്നു കിടന്നു. യാത്രയ്ക്കൊരു കൂട്ടുകാരനായി അമ്മ കെട്ടിക്കൊടുത്തതാണ് അറപ്പുരത്താക്കോൽ. കാശിയാത്രയെപ്പറ്റി അറിഞ്ഞപ്പോൾ ആ മാതൃഹൃദയം വേദനിച്ചു കാണണം. സഹയാത്രികനായി അയക്കുവാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് അനുധാവനം ചെയ്യുവാൻ സാധിക്കുകയില്ലല്ലോ എന്ന് ഖേദിച്ചിരിക്കാം. ബ്രഹ്മദത്തന് സഹയാത്രികനായി കർപ്പൂരച്ചെപ്പിലടച്ച ഞണ്ടിനെ കൊടുത്തയച്ച പഞ്ചതന്ത്ര കഥ ഓർമ്മയിൽ വന്നു കാണണം. അതുകൊണ്ടായിരിക്കണം സഹയാത്രികനായി
രക്ഷാഭടനായി അറപ്പുരവാതിലിന്റെ താക്കോൽ ആരുമറിയാതെ ഉടുമുണ്ടിന്റെ മുകളിൽ തലേന്നാൾ അവർ കെട്ടിക്കൊടുത്തത് ഒരു കറുത്ത ഉത്തരീയ ചരടി. കുറഞ്ഞത് അപസ്മാരബാധയെ അത് ലഘൂകരിക്കുമെന്നെങ്കിലും ആ സാധ്വി വിചാരിച്ചു കാണണം. യാത്രയാകുമ്പോൾ അച്ഛൻ അഭിപ്രായപ്പെട്ടു, കാശിക്ക് പോകുവാൻ മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. കാശിയാത്ര വൃദ്ധർക്കുള്ളതാണെന്നും യാത്ര പോകുന്നവർ തിരിച്ചു വരാറില്ലെന്നും അദ്ദേഹം നനച്ചു കാണും. ചെറുതായിട്ടൊന്ന് ചിരിക്കുകയല്ലാതെ മറുപടിയൊന്നും അയാൾ പറഞ്ഞില്ല. ഒരുപക്ഷെ അദ്ദേഹം മറുപടിയൊന്നും പ്രതീക്ഷിക്കുന്നുമുണ്ടാവില്ല. ഏതു വിധേനയെങ്കിലും രോഗത്തിനൊരു ശമനം വരട്ടെ എന്ന് ആ സച്ചിന്മയൻ ചിന്തിച്ചു കാണണം. പടിപ്പുരയുടെ പടികളിറങ്ങുമ്പോൾ ആത്മപ്രേരണയാൽ എന്ന പോലെ അയാൾ തിരിഞ്ഞു നിന്നു. അരനൂറ്റാണ്ടിലേറെയായി അഭയം നൽകുന്ന ജന്മഗേഹത്തോട് അയാൾ മന്ത്രിച്ചു, കാത്തുകൊള്ളണം അമ്മയെയും അച്ഛനെയും. വിപ്രലംഭ വേദനയോടെ അയാൾ തിരിഞ്ഞു നടന്നു. പിന്നിൽ നിന്ന് ഒരു മന്ത്രണം പോലെ അയാൾ തല തിരിക്കാതെ തന്നെ ശ്രദ്ധിച്ചു. ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. കാറ്റുകളുടെ മർമ്മരം ആരുടെയോ എന്തിൻ്റെയോ മന്ത്രണമായി തോന്നിയതായിരിക്കാം. വീതി കുറഞ്ഞ ഒറ്റയടി പാതകളിലൂടെ, ചെങ്കല്ലു ചെത്തി നിരത്തിയ വെട്ടുവഴികളിലൂടെ, കൊയ്ത്തുകഴിഞ്ഞ നെൽപ്പാടങ്ങളിലൂടെ അയാൾ നിർത്താതെ നടന്നു കരിവണ്ടി ആപ്പീസിലേക്ക്. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അയാൾ കാശിയിൽ യാനമിറങ്ങി. ഉറക്കം അയാളുടെ കണ്ണുകളെ മർദ്ദിച്ചുകൊണ്ടിരുന്നു. യാത്ര ചെയ്ത യാനങ്ങളുടെ താളം ഒരു താരാട്ടുപാട്ടായി അയാൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. താരകങ്ങൾ നിറഞ്ഞ തണുപ്പ് ഒലിച്ചിറങ്ങുന്ന ഇരുണ്ട ആകാശം അകലെയകലെയുള്ള സ്വഗൃഹത്തിൻ്റെ പുക പിടിച്ചിരുണ്ട മച്ചിൻ തട്ടായി ഭവിച്ചു. അയാൾ ഉറങ്ങി സ്വച്ഛന്തമായി. കിഴക്ക് വെള്ള കീറിയപ്പോൾ അയാൾ ഉണർന്നു. സൂര്യ നമസ്കാരം നടത്തി ഗംഗയിലിറങ്ങി ജലം തർപ്പണം ചെയ്തു. സ്നാനം ചെയ്ത് കാട്ടുകളിലൂടെ അയാൾ തൻ്റെ യാത്ര തുടർന്നു. ശിവലിംഗത്തിൽ ഗംഗാജലം കൊണ്ട് അഭിഷേകം നടത്തി ചുടലഭസ്മം ചാർത്തി ശ്മശാനം സൂക്ഷിപ്പുകാർ ദിനാരംഭം കുറിച്ചു തുടങ്ങിയിരിക്കുന്നു. പലരും കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടവിടെയായി അർദ്ധനഗ്നരായ സന്യാസിമാർ, സ്വകാര്യമായിട്ടെങ്കിലും പരസ്യമായി ദക്ഷിണയ്ക്ക് തർക്കിക്കുന്നവർ, വിറകിന് വിലപേശുന്ന മറ്റു ചിലർ, കൈക്കുഞ്ഞുങ്ങളുടെ മരവിച്ച ജഡങ്ങളുമായി തുണിക്കഷ്ണത്തിൽ കല്ലുകൾ ബന്ധിച്ച് ജലസമാധിക്ക് എത്തിയിരിക്കുന്ന അച്ഛനമ്മമാർ, എവിടെ നിന്നൊക്കെയോ ഢമരു പൊട്ടിപ്പാടുന്നതിൻ്റെ അത്യുച്ച ശബ്ദം. ഘാട്ടുകൾ സജീവമാകുന്നു. ശ്മശാനനാഥന്റെ ക്ഷേത്രത്തിന് മുന്നിൽ ജനസഞ്ചയങ്ങളുടെ ഗതിവിഗതികളുടെ നിസ്സംഗനായ ഒരു ദൃക്സാക്ഷിയായി വളരെ സമയം അയാൾ ഓരം ചാരി നിന്നു. അനന്ത ബ്രഹ്മാണ്ടത്തിൽ പുഴുക്കൾ മാത്രമായ മനുഷ്യന്റെ ഓരോരോ തത്രപ്പാടുകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അയാൾക്കുള്ളിൽ ചിരി വന്നു. ഭക്തന്മാർ ആരും തന്നെ ശ്മശാനനാഥ ക്ഷേത്രത്തിൽ തൊഴാൻ എത്തുന്നില്ലെന്ന് ഗംഗാദത്തന് മനസ്സിലായി. എന്നാൽ ചിതകളിൽ നിന്നുയരുന്ന തീനാളങ്ങൾ 1000 തൊഴുകൈകളായി ശ്മശാനനാഥനെ തൊഴുതു പിൻവാങ്ങുന്നു എന്ന് അയാൾ നിരീക്ഷിച്ചു. മധ്യാഹ്നം കഴിഞ്ഞിരിക്കുന്നു. ഘാട്ടുകളിലൂടെയുള്ള അയാളുടെ നിസ്സംഗയാത്ര തുടർന്നുകൊണ്ടിരുന്നു. പലവട്ടം ചുറ്റി ബഹുദൂരം പിന്നിട്ട് വൈകുന്നേരമായപ്പോൾ അയാൾ ഹരിശ്ചന്ദ്രഘാട്ടിലെത്തി. തോളിൽ തൂങ്ങുന്ന തുണിസഞ്ചി താഴെ വെച്ച് പൂഴിമണലിൽ ഇരുന്നു. എന്തുകൊണ്ടോ ഹരിശ്ചന്ദ്രഘാട്ടിനോട് അയാൾക്ക് ചികഞ്ഞെടുക്കാനാവാത്ത ഒരു മമത തോന്നി. ഇതുതന്നെ തൻ്റെ ഇടം, ആരോ ഉള്ളിൽ മന്ത്രിക്കുന്നത് പോലെ. ബാല്യത്തിൻ്റെ ആദ്യ പകുതിയിൽ സത്യത്തിൻ്റെ വഴി പഠിപ്പിക്കുവാൻ അമ്മ പറഞ്ഞു തന്ന കഥ സൂര്യവംശജനായിരുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റേതായിരുന്നു എന്നയാൾ ഓർത്തു. അവസാന പകുതിയിലെന്നോ ഉത്സവപ്പറമ്പിൽ ദേശവാസികൾ അത് നാടകമായി അരങ്ങേറ്റി. ഗ്യാസ് ലൈറ്റുകളുടെ പ്രഭാപൂർണിമയിൽ അമ്മയുടെയും സഹോദരങ്ങളുടെയും മധ്യേ അതൊരു തീക്ഷ്ണ അനുഭവമായി. മനസ്സിൻ്റെ ഉള്ളറകളിലെങ്ങോ ചന്ദ്രമതിയും വിശ്വാമിത്രനും ഇപ്പോഴും മായാതെ വിടാതെ ജീവിക്കുന്നു. സത്യവാനായിരുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഒടുവിൽ ഒരു ശ്മശാനം സൂക്ഷിപ്പുകാരനായി. ആ ശ്മശാനം ഒരു ചണ്ടാളൻ വിലയ്ക്ക് വാങ്ങി. അയാളുടെ പിൻഗാമികളായിരിക്കണം ഇവിടുത്തെ ശ്മശാന പരിപാലകർ.
ഗംഗാദത്തൻ മനസ്സിൽ കുറിച്ചു. ജനം പെരുത്തു വന്നു. ധൂനകൾക്കും ചിതകൾക്കും ഇടയിലൂടെ നിസ്സംഗനായ ദൃക്സാക്ഷിയായി വീണ്ടും അയാൾ നടന്നു തുടങ്ങി. ചണ്ടാളർ പ്രായഭേദമന്യേ തീയാളിച്ച് അഗ്നി പകർന്ന് ഒരു വിവാഹസദ്യ ഒരുക്കുന്ന ലാഘവത്തോടെ അവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഗംഗാദത്തൻ തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി മൂപ്പനെന്ന് തോന്നുന്ന ഒരു ചണ്ടാളവൃദ്ധനെ സമീപിച്ചു. വിനയപൂർവം വണങ്ങി. അപസ്മാരി റൊട്ടി. എവിടെ നിന്നോ ഓടിയെത്തിയ ഭയപ്പാടിൻ്റെ ഒരു ഛായയിൽ ഗംഗാദത്തൻ വിക്കി വിക്കി പറഞ്ഞു. വൃദ്ധൻ ഗംഗാദത്തിന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചു. ആംഗ്യങ്ങൾ കാണിച്ചു. സന്ധ്യ കഴിഞ്ഞെത്തുക എന്നതാണ് ആംഗ്യങ്ങളുടെയും ശബ്ദങ്ങളുടെയും പൊരുൾ എന്ന് ഗംഗാദത്തൻ ഊഹിച്ചു. ഉറ്റവർ നഷ്ടപ്പെട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണീർ വറ്റിയ ജനങ്ങളുടെ ഇടയിലേക്ക് നിസ്സംഗനായ ദൃക്സാക്ഷിയായി ഗംഗാദത്തൻ വീണ്ടും നടന്നിറങ്ങി. തിരികെ എത്തുമ്പോൾ ഇരുട്ട് കനത്തിരുന്നു. ജനങ്ങൾ ഒഴിഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ മിക്ക ചിതകളും അപ്പോഴും മുനിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. അയാൾ ചണ്ടാളമൂപ്പനെ കണ്ടെത്തി വിനയപൂർവം വണങ്ങി. അന്യദേശക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടോ എന്തോ കുളിച്ച് ശ്മശാനനാഥനെ തൊഴുതു വരുവാൻ അയാൾ ആംഗ്യം കാണിച്ചു. ആളൊഴിഞ്ഞ ഒരു കടവ് നോക്കി ഗംഗാദത്തൻ മുന്നോട്ടു നടന്നു. പാപങ്ങളെല്ലാം കഴുകി തീരുവാനെന്ന് തോന്നുമാറ് പല തവണ അയാൾ മുങ്ങിക്കുളിച്ചു. 4 ചുറ്റും വലം വെച്ച് ശ്മശാനനാഥനെ തൊഴുതു വണങ്ങി. 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിക്കുവാനുള്ള വരം സ്വയം ചോദിച്ചു. അച്ഛനമ്മമാരുടെ ആയുരാരോഗ്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിച്ചു. തിരികെ ചണ്ടാളമൂപ്പനെ തേടി ധൂനകളുടെയും ചിതകളുടെയും ഇടയിലൂടെ വലം പിരിഞ്ഞ് ഇടം പിരിഞ്ഞ് അയാൾ നടന്നു. ഒരു മിന്നൽ പിണർ. സഹസ്ര തവണകൾ അനുഭവസ്ഥമായിട്ടുള്ള ശരീരത്തിൽ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് പറയാനാവാത്ത ആ മിന്നൽ പിണർ. പൊക്കിൽ കൊടി വിട്ട കാലം മുതൽ ആഴ്ചയുടെ അഭിശപ്ത നിമിഷങ്ങളിലൊന്നിൽ ആഴക്കടലിലെ നീരാളികളെപ്പോലെ 1000 പാണികൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി നീരൂറ്റിക്കുടിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവേന അപ്രത്യക്ഷമാകുന്ന അപസ്മാരത്തിൻ്റെ ഭൂതഗണങ്ങൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് അയാൾ ഒരു വിനാഴിക മനസ്സിലാക്കി. ഒരു വിനാഴിക മാത്രം. 1000 കൈകൾ കൊണ്ട് അയാളെ അത് തീയാളുന്ന ഒരു ചിതയിലേക്ക് തള്ളിയിട്ടു. മറ്റൊരു 1000 കൈകൾ കൊണ്ട് ചിതാനാളങ്ങൾ അയാളെ ആലിംഗന ബന്ധനസ്ഥനാക്കി. അറിയപ്പെടാത്തൊരു ചിതയിൽ അയാൾ കത്തിത്തീർന്നു. അല്ലെങ്കിലും സ്വയം അറിയാത്തൊരു ചിതയിലാണല്ലോ എല്ലാവരും കത്തിയമരുന്നത്. രാം നാം സച്ച് ഹൈ, രാം നാം സച്ച് ഹൈ. അടുത്തടുത്ത് വരുന്ന മന്ത്രോച്ചാരണങ്ങൾ. നാളത്തേക്ക് മാറ്റിവെക്കാനാവാത്ത ഒരു ശവമഞ്ചം എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. പ്രത്യുത്തരം പോലെ അടുത്ത വരികൾ. സച്ച് ബോലോ സച്ച് ഹേ, സച്ച് ബോലോ സച്ച് ഹേ. ഗംഗാദത്തൻ കാശിയുടെ ചിതാഗ്നിയിൽ വെന്തൊടുങ്ങുമ്പോൾ ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ആ വിനാഴിക നേരം നമ്മിൽ നോവുണർത്തുന്നു. ശ്രീ വിൽസൺ ജോണിന്റെ രചനയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കഥയുമായി കഥായാനത്തിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.